എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് റെക്കോർഡ് വിജയം. നാലാം ദിനമായ ഇന്നും ഇന്ത്യയുടെ ആധിപത്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 212-2 എന്ന നിലയിൽ നിന്നും ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ ഇന്ന് ആദ്യം മുതൽ തകർത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രാജ്കോട്ടിൽ ഇംഗ്ലണ്ട് ബൗളർമാരെ ഗിൽ പഞ്ഞിക്കിട്ടു. മറുവശത്ത് കുൽദീപ് യാദവ് ഗില്ലിന് മികച്ച പിന്തുണ നൽകി. എന്നാൽ 64-ാം ഓവറിൽ 246 റൺസിൽ നിൽക്കെ ഇന്ത്യക്ക് സൂപ്പർ താരം ഗില്ലിനെ നഷ്ടമായി. സെഞ്ചുറിക്ക് വെറും 9 റൺസ് അരികെ നിൽക്കുകയായ താരം റൺ ഔട്ടായാണ് മടങ്ങിയത്. ഗില്ലിന്റെ ഇന്നത്തെ മിന്നും പ്രകടനം ഇന്ത്യക്ക് മികച്ച സ്കോർ നേടാൻ സഹായിച്ചു. എന്നാൽ ഇന്നലെ റിട്ടയേർഡ് ഹർട്ട് ആയി പുറത്തേക്ക് പോയ ജയ്സ്വാൾ വീണ്ടും കളത്തിൽ എത്തിയതോടെ ഇന്നലത്തെ ജയ്സ്വാളിന്റെ വെടിക്കെട്ടിന്റെ ബാക്കിയാണ് പിന്നെ നമ്മൾ കണ്ടത്. ഏകദിന ശൈലിയിലാണ് ജയ്സ്വാൾ ഇന്ന് ബാറ്റ് വീശിയത്. അതോടെ ഇന്ത്യൻ സ്കോർ കുതിച്ചുയർന്നു. തൊട്ടു പിന്നാലെ ഇന്ത്യക്ക് കുൽദീപ് യാദവിനെ നഷ്ടമായി. 91 പന്തിൽ 27 റൺസിന്റെ മികച്ച ഒരു ഇന്നിംഗ്സ് തന്നെയാണ് താരം കാഴ്ചവെച്ചത്. എന്നാൽ 5-ാം നമ്പരിൽ എത്തിയ സർഫറാസ് ഖാനും ജയ്സ്വാളും ചേർന്ന് വീണ്ടും ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. തുടർന്ന് ജയ്സ്വാൾ തന്റെ രണ്ടാം ഡബിൾ സെഞ്ചുറി നേടി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു. അതുപോലെ സർഫറാസ് ഖാൻ ഇന്ന് അർദ്ധ സെഞ്ചുറി നേടി ഇന്ത്യൻ ഇന്നിംഗ്സിൽ മികച്ചു നിന്നു. 236 പന്തിൽ 214 റൺസ് നേടി ജയ്സ്വാൾ പുറത്താവാതെ നിന്നപ്പോൾ സർഫറാസ് ഖാൻ 72 പന്തിൽ 68 റൺസ് നേടി മികച്ച കളി കാഴ്ചവെച്ചു. അങ്ങനെ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ 430-4 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഇംഗ്ലണ്ട് ബൗളിംഗിൽ റൂട്ട്, ഹാർഡിലി, റെഹാൻ എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടി. 557 എന്ന കൂറ്റൻ ടാർഗറ്റ് ലക്ഷ്യമിട്ടിറങ്ങിയ ഇംഗ്ലണ്ടിന് ആദ്യം മുതൽ പിഴക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 15 റൺസിൽ നിൽക്കെ 6-ാം ഓവറിൽ തന്നെ വെടിക്കെട്ട് ഓപ്പണർ ഡക്കറ്റ് റൺഔട്ട് ആയി മടങ്ങി. തൊട്ട് പിന്നാലെ തന്നെ സാക്രോളിയെ ബുംറ എൽബിയിൽ കുടുക്കി. 26 പന്തിൽ വെറും 11 റൺസ് മാത്രമാണ് താരത്തിന് ഇന്ന് നേടാൻ സാധിച്ചത്. എന്നാൽ 3-ാം നമ്പരിൽ എത്തിയ ഒലി പോപ്പ്, ബെയർസ്റ്റോ എന്നിവർ നിരാശപ്പെടുത്തിയപ്പോൾ ഇംഗ്ലണ്ട് 28-4 എന്ന നിലയ്ക്ക് കൂപ്പുകുത്തി. തുടർന്ന് ക്യാപ്റ്റൻ സ്റ്റോക്സും റൂട്ടും ചേർന്ന് ഇംഗ്ലണ്ടിനെ വീണ്ടും മുന്നോട്ട് നയിച്ചു. ഇരുവരും മികച്ച പാർട്ണർഷിപ്പ് കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ജഡേജ ഇന്ത്യക്ക് വേണ്ടി വീണ്ടും ബ്രേക്ക് ത്രൂ കണ്ടെത്തി. 40 പന്തിൽ വെറും 7 റൺസ് നേടി റൂട്ട് ആണ് ഇത്തവണ പുറത്തായത്. പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാരും നിരാശപ്പെടുത്തിയപ്പോൾ ഇന്ത്യ കളി ഈസിയായി ജയിച്ചു. ഇന്ത്യൻ ബൗളിംഗിൽ ജഡേജ മിന്നും പ്രകടനം തന്നെയാണ് ഇന്ന് കാഴ്ചവെച്ചത്. മൂന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ റെക്കോർഡ് വിജയം തന്നെയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതോടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിൽ എത്തി. ഇന്ത്യയ്ക്കു വേണ്ടി എല്ലാ താരങ്ങളും മികച്ച കളി തന്നെയാണ് പുറത്തെടുത്തത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.